ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എജ്യൂസോൺ. അപ്പോൾ നമ്മളുടെ ഓഗസ്റ്റ് മാസത്തെ എക്സാം കലണ്ടർ കഴിഞ്ഞ മാസം വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ കഴിഞ്ഞ ദിവസം വരെ നിങ്ങൾക്ക് അവിടെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള എക്സാം സബ് എഞ്ചിനീയർ LSGD, അതുകൂടാണ്ട് KW ഓപ്പറേറ്റർ തുടങ്ങിയ പോസ്റ്റുകളിലേക്കായിരുന്നു കൺഫർമേഷൻ കൊടുക്കാനുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ എത്ര പേര് കൺഫർമേഷൻ കൊടുത്തു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അതിലിപ്പം സബ് എഞ്ചിനീയർ LSGD ആകുമ്പം തൃശ്ശൂർ കോർപ്പറേഷനിലേക്ക് വിളിച്ച കാറ്റഗറി നമ്പർ 770/2025 ഓഗസ്റ്റ് മാസം 3-ാം തീയതിയാണ് എക്സാം ഡേറ്റ് വന്നിട്ടുള്ളത്. 8030 പേരായിരുന്നു അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് 8030 പക്ഷെ കൺഫർമേഷൻ കൊടുത്ത ആകെ 6144 പേര് മാത്രമേ അവിടെ കൺഫർമേഷൻ കൊടുത്തുള്ളൂ. അപ്പൊ അവിടെ കോമ്പറ്റീഷൻ കുറഞ്ഞു എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ പറയാണ്ട് പറ്റുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ 500 പേരാണ് ആ ഒരു എക്സാമിന് കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ 500 പേരും അവിടെ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ആക്ച്വലി അവിടെ കോമ്പറ്റീഷൻ ഒക്കെ അവിടെ അങ്ങനെ തന്നെ ഉണ്ടാവും. പക്ഷെ നമുക്ക് ആ ഒരു കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം എന്ത് ചെയ്ത് ജസ്റ്റ് അവിടെ കുറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം സീരിയസ് ആയിട്ട് പഠിക്കുന്നവരാണ് കോമ്പറ്റീഷനിൽ നല്ല രീതിയിൽ ഉണ്ടാവുക അല്ലെ? സീരിയസ് ആയിട്ട് പഠിക്കുന്നവർ. അപ്പൊ സീരിയസ് ആയിട്ട് പഠിക്കുന്നവർ എന്തായാലും അവിടെ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ഈ അപ്ലൈ ചെയ്തവരുടെ എണ്ണം എന്താ കൺഫർമേഷൻ ഇത്ര പേര് എന്താ കൺഫർമേഷൻ കൊടുക്കാതെ മാറി നിന്നിട്ടുണ്ട്. അവർ 734/2025 ഓപ്പറേറ്റർ ബൈ ട്രാൻസ്ഫർ ആണ്. 7 പേരായിരുന്നു അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. 6 പേര് അവിടെ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ 735/2025 ഓപ്പറേറ്റർ കേരള വാട്ടർ അതോറിറ്റി ഓഗസ്റ്റ് മാസം 14-ാം തീയതിയാണ് എക്സാം. അവിടെ 19,335 പേര് അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, IT കഴിഞ്ഞ അല്ലെങ്കിൽ ഡിപ്ലോമ ബിടെക് കഴിഞ്ഞ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ കഴിഞ്ഞവർക്ക് അപ്ലൈ വേണ്ടി പറ്റുന്ന പോസ്റ്റാണ് KW ഓപ്പറേറ്റർ. 19,335 എന്നത് 15,439 അവിടെ കുറഞ്ഞിട്ടുണ്ട്. അതായത് കൺഫർമേഷൻ കൊടുത്തതൊക്കെ 15,439 പേരാണ്. ഏകദേശം 4,000-ഓളം ആൾക്കാർ എന്താ അവിടെ നിന്ന് മാറി നിന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കൺഫർമേഷൻ കൊടുക്കാതെ നിന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. ഇനിയിപ്പോ എക്സാം അധികം സമയങ്ങളൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് എത്ര പേരാണ് കൺഫർമേഷൻ കൊടുത്തെന്നുള്ള ഡാറ്റ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.